ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മള് മൂന്നാമത്തെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പൊ നമ്മള് കുളിച്ച് സെറ്റ് ആയിട്ടായിരിക്കുന്നത്. ഇനിയിപ്പോ നമ്മുടെ ഉമ്മ, അനിയത്തി, ബാബി ഇവരൊക്കെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം ഏകദേശം ഒരു 6:30 ആവാറായിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ വ്യൂ കേട്ടോ. ഇവിടുത്തെ പിന്നെ ഇവിടുത്തെ സൈഡിലത്തെ വ്യൂ കേട്ടോ. ഞങ്ങളിത് ആദ്യം പോണത് വട്ടവടയൊക്കെയാണ് കേട്ടോ. ഇവിടുന്ന് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് ഗ്യാപ്പ് റോഡ് എന്ന് പറഞ്ഞോ. നല്ല എന്താ പറയാ, അടിപൊളിയാണ് അവിടുത്തെ ഒരു റോഡും. പിന്നെ അവിടുന്ന് അങ്ങനെ കുറച്ച് സ്ഥലങ്ങൾ പോകുന്നുണ്ട് കേട്ടോ. അതാണ് അപ്പൊ ഇന്നത്തെ വീഡിയോയില്. അപ്പൊ നേരെ വീട്ടിലേക്ക് കിടക്കട്ടാ. അങ്ങനെ നമ്മള് മൂന്നാറിൽ നിന്ന് നേരെ വട്ടവട റൂട്ടിലേക്കാണ് കേട്ടോ ഇപ്പൊ പോയോണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് തന്നെ നല്ല രീതിയിൽ മഴയും അതുപോലെ തന്നെ നല്ല രീതിയിൽ സ്നോയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ബാഗില് ഒരു 5-6 ടീഷർട്ടും അതുപോലെ തന്നെ 3-4 പാൻറ്റും കൈപ്പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഇതിനല്ല, നമ്മൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചതിന് ശേഷം ഏകദേശം വട്ടവട എത്താറായിട്ടുണ്ട് കേട്ടോ. ഒരു സ്ലോവാക്ക് റിസോർട്ടാ, ജംഗിൾ റിസോർട്ട്. സ്റ്റേ ഒക്കെ നമുക്ക് ആവശ്യമില്ല. വട്ടവട മ്യൂസിയം ഉണ്ട്. ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഓടിക്കുക. അപ്പൊ മൃഗങ്ങളുണ്ടാവും. അവരവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കൊണ്ടുപോയി കാണിച്ചു തരാം. 1 മണിക്കൂർ ഇട്ട് കറക്കിയിട്ട് കാശം മേടിച്ചിട്ട് അവര് ഇറക്കി. അങ്ങനെ നമ്മളെ വട്ടവട ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് ഫോറസ്റ്റ് ഒരു 6 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് വന്നിട്ട് നേരെ നമ്മളിപ്പോൾ ഇനി വട്ടവട ഒരു ഗ്രാമത്തിലേക്ക് പോവാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. നിങ്ങൾക്ക് ആ ഒരു ഇതിലൊക്കെ നമുക്ക് ക്യാമറയിൽ സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. അവിടെയൊക്കെ വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവം കണ്ട നല്ല ഇതിന് താഴത്തൊക്കെ ഇങ്ങനെ ചെറിയ ഗ്രാമങ്ങളാട്ടോ. ഗ്രാമങ്ങൾ പോലെയാണ് ഗ്രാമങ്ങളെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ ഇതിന് താഴൊക്കെ പിന്നെ കൃഷികളുണ്ട് കേട്ടോ. കുറച്ച് ഫ്ലവേഴ്സ് പിന്നെ അങ്ങനെയൊക്കെ. ഇതിന് താഴോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുമോ എന്ന് നോക്കി നോക്കാം കേട്ടോ. പോകാൻ പറ്റുമോ അറിയില്ല. അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്. പിന്നെ നമ്മളെ വട്ടവട ഈ ടൗണിലെത്തിയ സമയത്ത് നമ്മളൊരു ചേച്ചിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ കാണാനുള്ള എന്തെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ ആ പുള്ളി പറഞ്ഞത് എന്തൊരു ഫാം ഉണ്ട്, അതുപോലെ തന്നെ വ്യൂ പോയിന്റ് ഉണ്ട്, വാട്ടർഫാൾ ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളെ അങ്ങോട്ട് പോവാണ് കേട്ടോ. പിന്നെ ഈ റൂട്ട് എന്ന് പറഞ്ഞാലേ ഭയങ്കര ഓഫ് റോഡ്. അത് നോക്കിയേ, അതിപ്പോ നമ്മളെ കാണിക്കാൻ വേണ്ടിട്ട് എന്ത് ഷോ ഇറക്കിയതാണ് നമുക്ക് അറിഞ്ഞൂടാട്ടോ. അപ്പൊ അതായിരിക്കും. പിന്നെ ഈ റൂട്ടിൽ കൂടെ പോണ സമയത്ത് ഫുള്ള് ജീപ്പുകാര് നമ്മളോട് ചോദിക്കണ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് കാറ് പോവില്ല, ജീപ്പാ പോവുള്ളൂ. ഫുള്ള് നമ്മളെ ക്യാൻവാസ് ചെയ്തോണ്ടിരിക്കുകയാണ്. സംഭവം ജീപ്പ് പോണ വഴി തന്നെ, പക്ഷെ എന്നാലും നമുക്ക് നോർമൽ കാറിനെങ്കിൽ ഇറങ്ങി പോകാൻ പറ്റുന്ന വഴി തന്നെയാണ് കേട്ടോ. കാരണം തിരിച്ചു വരുമ്പോ നൈസായിട്ട് പതുക്കെ വന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമുക്ക് ആ ഫാമിലിക്കാണ് ആദ്യം തന്നെ പോകുന്നത് കേട്ടോ. ഈ റൂട്ട് കണ്ട നിങ്ങള്, കുറച്ച് സീനാണ്. തിരിച്ചു കയറില്ല ഇപ്പൊ ഇത് വണ്ടി കയറൊക്കെ ചെയ്യും. നമുക്ക് നടക്കുക അല്ലെങ്കിൽ തിരിച്ചു കയറില്ല. പറയണത് കേൾപ്പ വേണ്ട, മതി. നമ്മള് റിസ്ക് എടുക്കാനൊക്കെ അല്ല വണ്ടി പോകുന്ന പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സെന്ററിൽ കൂടെ എടുക്കാൻ പറ്റുള്ളൂ വണ്ടി. ഞാൻ ഇറങ്ങണം. ഒന്നും വേണ്ട, ഞാൻ നോക്കിട്ട്. ഇതാണ് കേട്ടോ റോഡിന്റെ അവസ്ഥ. ഇത്രയും കയറ്റുണ്ട് ബാക്കിലേക്ക് കണ്ട. ജീപ്പുകൾ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇട്ടാ തോന്നുന്നുണ്ട് എനിക്ക്. നോക്കിയേ,
ഇത് എങ്ങനെയാണെന്നറിയോ ഈ പെണ്ണൊരു അല്ല ഈ പെണ്ണൊരുത്തി പറഞ്ഞു ഇങ്ങനെ എടുത്തോളാൻ വേണ്ടി പറഞ്ഞു. ആര് വണ്ടി ആ. പെൺകുട്ടി ചൂട്ടി കാട്ടി ആ കാറൊക്കെ തന്നെ കൂടെ വന്ന് കിടക്കണായി. അതെ അടിയിൽ നടക്കുന്നുണ്ട് കാറ്. അത് സിയാസ സുമിയൊക്കെ എടുക്കണ്. അടി തട്ടണ വണ്ടി. നമ്മുടെ വണ്ടി കുറച്ചിട്ട് ഹൈറ്റ് ഉണ്ട്. അടി തട്ടണ സാധനാണ് അതിന് എടുക്കണോ എവിടെ ആ ഉണ്ട് ഉണ്ട്. ചാടി കളിക്കണ്ട. ആ ചെറുതോ ആ ചെക്കപ്പ് ഇങ്ങനെ തോന്നുന്നില്ല കേട്ടാ. പല അക്ഷരം എടുത്താ വണ്ടി എന്ന് പറഞ്ഞു പതുക്കെ എടുത്താ മതി എന്ന് പറഞ്ഞേ. ജീപ്പ് വരില്ല. ജീപ്പ് വരുന്നുണ്ട് അവിടെ. അപ്പൊ അന്ന് നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം. ഒന്നും പ്രശ്നമില്ല. വണ്ടി എടുക്കണോടത്ത് പക്ഷെ ഇനി നമ്മളെ വണ്ടി കയറുന്നു തോന്നുന്നില്ല ചേട്ടാ. ജീപ്പ് വരും നോക്കി നിങ്ങള്. ഓഫ് റോഡാ അത്. 4 വീൽ ആയോണ്ടാണ് കേട്ടോ അതിനെ കയറിപ്പോളൂ. എടുക്കാൻ നിൽക്കണ്ട, ഒന്ന് പറയണം. തിരിച്ചു പോകാൻ നമ്മൾ ക്രെയിം വിളിച്ചിട്ട് കൊണ്ടുവരും, അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. പിന്നെ 1 2 3 4 5 പേരുണ്ടല്ലോ. ഒന്നും ഉണ്ടാണ്ടിരുന്നു. എത്ര നേരം നീ എടുക്കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പാക്കറിയാം. ആ അല്ല വെറുതെ അല്ല വണ്ടി കുതിരായിരിക്കും തള്ളാൻ ആൾക്കാരുണ്ട്. നല്ല തള്ളല ഓൾട്ട എടുക്കണിപ്പാ. ഇതേപോലത്തെ ഒരു മോട്ടോർ മെഷീൻ മേടിക്കണം നമുക്ക്. ഈ സൈഡിൽ നോക്കിയാ നിങ്ങള് കുതിര. ഇതെനിക്ക് കണ്ടിട്ടേ മറ്റേതല്ലല്ലോ കഴുതക്കുതിരല്ലോ. നോർമൽ കുതിര തന്നെയാണ് കേട്ടോ. പക്ഷെ അതിനെ ചെറുതകളാണ് നോക്കിയേ. ഇവിടെ ഒരെണ്ണം നിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് 2 എണ്ണം ഉണ്ട് കേട്ടോ. ഇതാണ്ട അവിടെ ഒരെണ്ണം നിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പുറത്തും ഒരെണ്ണം നിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഹിൽസ് ഓർഗാനിക് ഫാം പട്ടവട. ഇത് ഇവിടെ അടുത്താണ് കേട്ടോ. ഏത് കൂടെ പോവുണ്ട്? ലെഫ്റ്റ് സൈഡ് പറയാൻ നടന്നു പോവാണോ ഇനി? അല്ലടാ ഇതാ നമ്മള് ഭയങ്കര ഹൈറ്റിൽ ചാടുന്ന പട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? പിന്നെ ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ട് നല്ല ഹൈറ്റിൽ ചാടുന്ന ഒരു പട്ടീനെ കണ്ടിട്ട് അതില് ഇത് നോക്കി നേരെ നിക്കണ നടക്കണല്ല. ഇതിപ്പോ ഇവിടെ ഇതൊന്നുമല്ല. ആദ്യം വാട്ടർഫോൾസിൽ പോവാം. വാട്ടർഫോൾസിൽ പോവാം. നമ്മള് നേരെ സ്ട്രോബെറി ഫാമിലേക്ക് പോവാൻ നിക്കായിരുന്നുണ്ടാ. പക്ഷെ അവിടുത്തെ കേറാൻ നിൽക്കുന്ന സമയത്ത് പറഞ്ഞ അവിടെ മഴ ആയതുകൊണ്ട് നമുക്ക് ആ സ്ട്രോബെറി ഒക്കെ തീർന്നിരിക്കാണ്. പക്ഷെ പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പൊ എന്തായാലും നമ്മൾ പോണ വഴി അങ്ങോട്ട് കയറുള്ളൂ. ഇപ്പൊ നമ്മൾ ആദ്യം കുറച്ച് വ്യൂ പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് പോയി വാട്ടർഫാൾസ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ സ്ഥലം കുറെ ആൾക്കാർ പറയണ്ട പോകുമ്പോ എന്താ പറയാ ജീപ്പിൽ പോകാൻ വേണ്ടിട്ട് പിന്നെയും ക്യാൻവാസ് ചെയ്യാ. നമുക്ക് നമ്മുടെ വണ്ടിയിലല്ല. അപ്പൊ നമുക്ക് തന്നെ സെൽഫായിട്ട് പൊക്കൂടാ കുറച്ച് റിസ്ക് എടുത്താലും. തിരിച്ചു പോകുമ്പോ എന്താ അവസ്ഥ എന്ന് അറിയില്ല കേട്ടോ. പിന്നെ ഈ സൈഡില് വലിയൊരു ഇതെന്താ റിസോർട്ടാണോ? ഓ വലിയൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. എന്ത് രസല്ലേ. പിന്നെ ഈ സൈഡില് മൊത്തം ഓഫ് റോഡ് തന്നെയാണ് കേട്ടാ. നമ്മളെ വണ്ടി കൊണ്ടിട്ട് ഫുള്ള് ജീപ്പുകൾ തന്നെയാണ് കേട്ടാ. പിന്നെ ഇവിടെ നമ്മുടെ ഇത് കണ്ടില്ലേ, ഈ വ്യൂ പോയിന്റ് പോണ വഴിക്ക് ഇഷ്ടം പോലെ മരം കയറ്റി പോണ വണ്ടികളുണ്ട് കേട്ടാ. കൊറേ വണ്ടികളായി മരം കയറ്റി പോയി. പിന്നെ നമ്മള് വ്യൂ പോയിന്റ് എത്തണ സൈഡിലൊക്കെ പിന്നെ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. പിന്നെ ഇതിന്റെ ആ സൈഡിലൊക്കെ ഫുള്ള് കുന്നുകളും മലകളും. ഈ റോഡ് പിന്നെയും കുഴപ്പമില്ല കേട്ടോ നമ്മളിപ്പോ വന്നതിനേക്കാളും. ഇതിന്റെ മുകളിലൊക്കെ കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നോക്കി ആ മരമൊക്കെ കയറ്റാൻ വേണ്ടിട്ട് വണ്ടികൾ പോകുന്നുണ്ടാ നോക്കി. അതുപോലെ ഉണ്ട് അല്ലേ.
ഒരു തരി പൊളിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഇതാണ് നമുക്ക് പോകണ സമയത്ത് കാണാൻ കഴിയുന്ന ഒരു വ്യൂട്ടാ. ആ കുന്നൊന്ന് നോക്കിയാൽ കണ്ട. കാറൊന്നും വരില്ല, മാത്രം പോയിരുന്നു. വാട്ടർഫാൾസ് നമ്മള് വാട്ടർഫാൾസിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഇതിണ്ട് 2 വീലർ ഇറക്കാൻ പറ്റൂല. ഒരു മിനിറ്റ്. പിന്നെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, ചിലന്തിയാർ വാട്ടർഫാൾസ് പാർക്കിംഗ് ഫീസ് എന്നൊക്കെ ഇവിടെ ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ പോയിട്ട് ഒരു ആളുടെ അടുത്ത് ചോദിച്ചു നോക്കി നോക്കട്ടെ. അവിടെ ഒരു കട കാണുന്നുണ്ട്. അയ്യോ, ഇവിടെ ഒരു പട്ടിയും കൂടി ഉണ്ട് കേട്ടോ. നമുക്ക് അറ്റത്ത് നിന്ന് ചോദിച്ചു നോക്കിയേക്കാം. നമ്മൾ കാറ് നമ്മളതിന് മുകളിലാണ് പാർക്ക് ചെയ്തേക്കുന്നത്. എന്നിട്ട് നേരെ അതാ ഇനിയിപ്പോൾ ഈ വഴിയൊന്നും വണ്ടി പോകില്ല എന്ന് പറയണം. നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ. പിന്നെ അവിടുന്ന് കയറിയപ്പോൾ കുറച്ച് വെയിലായിരുന്നു. ഇതിപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി നല്ല തണവായിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ, വാട്ടർഫാൾസ് അവിടെയാണ് കേട്ടോ. അവിടെ ഒരു വലിയൊരു മല ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഈ സൈഡിൽ അവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞത് ഇങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് അവിടെ ഒരു ഗുഹ ഉണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ തന്നെ പോയി കഴിഞ്ഞാൽ വാട്ടർഫാൾസ് അങ്ങനെ പറഞ്ഞു കേട്ടോ. നമുക്ക് എന്തായാലും പോവാം അങ്ങോട്ട്. ഇത് അടിപൊളി വഴി തന്നെയാണ് കേട്ടോ. ഈ 2 സൈഡിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സൗണ്ട് ഇവിടുന്ന് തന്നെ കേൾക്കാട്ടോ. എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് കേട്ടാ. ഇതാ നമ്മുടെ ചേച്ചിയും ചേട്ടനും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നടന്നിട്ട് ഇതാ അനിയത്തി ഉമ്മി അവിടെ നിന്ന് വരുന്നുണ്ട്. ഞങ്ങളുടെ വണ്ടി കുറച്ച് റിസ്ക് എടുത്തിട്ടാ വന്നത് കേട്ടോ. പക്ഷെ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ഉന്തണ്ടി വരുമോ ഒരു അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇവിടേക്ക് ഒരു വഴിയൊക്കെ കാണാണ്ട്, പക്ഷെ ഈ വഴിയൊന്നും നമ്മൾ പോകണില്ല. കാരണം എന്തിട്ട് സീനറി നോക്കിയേ. കാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡൈവിങ്. ഓക്കെ. ഇവിടെ ഒന്നും നമുക്ക് വെള്ളത്തിൽ ഇറങ്ങരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, സെറ്റായിട്ടുണ്ടല്ലേ. ഇത്ര ദൂരം വന്നതിന് അവിടെ ഒന്ന് ഫോട്ടോ എടുക്കാട്ടാ. അടിപൊളി വ്യൂ ആയിട്ടുണ്ട്. പോവാലോ. പോവാലോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഗുഹ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വാട്ടർഫാളും കിട്ടും പറഞ്ഞു. ഇറങ്ങാം, ഇവിടെ നിന്നു. ആ സൈഡിൽ നിന്നാണ് വെള്ളം വരുന്നത് കേട്ടോ. കണ്ടോ, ആ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം വരുന്നുണ്ട്. നമ്മൾ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങണമൊന്നുമില്ല കേട്ടോ. എന്താ രസല്ലേ. ഇവിടുന്ന് കഴിഞ്ഞു കേട്ടോ. അത്ര തന്നെ ഉള്ളൂ. കണ്ടോ, ഇതിൻ്റെ മുകളിലൊക്കെ നിന്നിട്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതൊക്കെ ഡേഞ്ചറാണ്. നമ്മൾ ഇവിടേക്ക് ഒന്നും ഇറങ്ങില്ല. പ്രാവശ്യം അവിടെ നോക്കിയാൽ അവിടെ മണ്ണിടിയുണ്ട് തോന്നുന്നു. ആ തെറ്റത്തെ ഞാൻ വരുമ്പോൾ തന്നെ കുറച്ച് മണ്ണിങ്ങനെ ഇറങ്ങിയായിരുന്നു. അത് ഇടിയണ സ്ഥലമാണ്. ആ മണ്ണിടിയുണ്ട് കണ്ട ആ ഭാഗം.
പിന്നെ നമ്മൾ അവിടെ പോയിട്ട് നേരെ ഇപ്പം ഞാൻ വന്ന് സ്ഥലമല്ലേ ഇതാ ഇവിടേക്കാണ് ഇനി പോകണത് കേട്ടോ. ഇവിടേക്ക് പോയാൽ എന്തോ കാണാൻ ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടോ. ഓ ഇവിടേക്കൊക്കെ വഴിയുണ്ടല്ലോ. ഇതൊക്കെ ഫുള്ള് പച്ചപ്പ് പിടിച്ച് കിടക്കുകയാണ് കേട്ടോ. വീട്ടുകാർ മഴ വരുന്നുണ്ട് പെട്ടെന്ന് പോവാൻ പറഞ്ഞു. നമ്മളപ്പോൾ പോവും. പക്ഷെ അതിന് മുന്നേ ഇത്രയും റിസ്ക് എടുത്തിട്ട് വന്ന വഴി അപ്പം എന്തായാലും കണ്ടിട്ട് പോവാം എന്നുള്ള രീതിക്കാണ് കേട്ടോ. പൂമ്പാറ്റ കാണാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് കേട്ടോ. വെള്ളച്ചാട്ടം തന്നെയാണ്. നമ്മളിവിടെ നിൽക്കണുള്ളൂ, വെള്ളത്തേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതുകൊണ്ടോ നമ്മൾ ആ അറ്റത്തുനിന്ന് കണ്ട സ്ഥലമാണ് കേട്ടോ ഇത്. ആ വെള്ളം വരുന്ന സ്ഥലമാണ് അവിടെ ഇരുന്നാണ്. അവരവിടുന്ന് ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് ചാടിയിട്ട് അങ്ങനെ കയറി പോവാനാണ്. അപ്പൊ ഞങ്ങൾ പോവാ. ഇപ്പൊ വായോ ചേട്ടാ. ചെറിയ രീതിയിൽ മഴ അവിടെ തൂളി തുടങ്ങിയിട്ടുണ്ട്. ഇനിയൊന്നും ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല. പിന്നെ നോക്കിയേ ആ പിള്ളേരില്ലേ അവരവിടുന്ന് അപ്പുറം കടന്നിട്ട് അങ്ങോട്ട് പോയി. പിന്നെ നമ്മളിതാ ഈ വന്ന വഴിയൊക്കെ ഇതുപോലെ തിരിച്ചു പോകണതാണ്ടാ. ക്യാമറമൊക്കെ വെള്ളം വീണ് തുടങ്ങിയതാ, മഴ പെയ്യുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ ഉണ്ട് കേട്ടാ ഇനി അങ്ങോട്ട് തിരിച്ചു പോവാനേ. ഓ നല്ല രീതിയിൽ മഴ ഓടിക്കോ. മഴ പെയ്യുണ്ട്. നമ്മൾ വരെ ഒരാളുണ്ടാകുന്നില്ല. ഇപ്പം അവിടെ 2-3 ജീപ്പൊക്കെ 2 ജീപ്പ് വന്നിട്ടുണ്ട്. എടാ മഴ പെയ്യുന്നുണ്ട്. റൈറ്റ് സൈഡിൽ കൂടെ അല്ലേ? ആ കാരണം കാല് കുറയ്ക്കരുത്, കയറി പോകുന്ന സ്പീഡിൽ തന്നെ പോകണം. പുറകെ ഇറക്കിയിട്ട് കയറി ഇച്ചിരി കൂടി ഇറക്കി അങ്ങനെ കയറി പോ. ഒറ്റയടിക്കും കയറി പോകണം. നിർത്തണ്ട, കേറ്റാൻ നിർത്തണ്ടെന്ന് പറയാം. കേട്ടിട്ട് വന്ന ഞങ്ങള് പറഞ്ഞില്ല, നമ്മൾ ഇങ്ങോട്ട് തിരിച്ചു വന്നു. അടിപൊളിയായിട്ടാ. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ കാർ സീനില്ല കേട്ടാ. വെള്ളം നനഞ്ഞുകൊണ്ട് കയറാൻ ബുദ്ധിമുട്ടാ. നമ്മളവിടെ കുറച്ച് റിസ്ക് എടുത്തിട്ടാ കയറി പോവാൻ. ഞങ്ങൾ ഇറങ്ങിയിട്ട് ഉന്ത ചെയ്ത്. പക്ഷെ ഉന്ത ഭാഗം നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് ക്യാമറ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ പോകണ വഴിക്കുള്ള കുതിര നോക്കി. ഹായ് പുല്ല് തിഞ്ഞുണ്ട് കേട്ടാ. പിന്നെ അയ്യോ ജീപ്പ് പോട്ടെ. ഇതൊക്കെ പിന്നെ ഒരു കുഴപ്പമില്ലാണ്ട് പോവും. അടുത്ത ജീപ്പ് അവര് പറഞ്ഞത് കേട്ടില്ലേ, നിർത്തരുതെന്ന്. കാല് കൊടുത്തിട്ട് അങ്ങനെ കയറി പോവാൻ. അങ്ങനെ ഈ വാട്ടർഫാൾസിൽ നിന്ന് നമ്മൾ ഇനി നേരെ പോണത് ആനയിറങ്ങൽ ഡാമിലേക്കാണ് കേട്ടോ. തിരിച്ചു വരുമ്പോ അവിടെ നിന്നിട്ട് കുറെ നേരം കണ്ടില്ല, വെറുതെ ഉണ്ടായിട്ട്.
അങ്ങനെ നമ്മളേ ആനയിറങ്ങൽ ഡാമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നടന്നു പോകണം. അവിടെ നിന്ന് കാറ് പോവില്ല, പാർക്കിംഗ് വാഹനങ്ങൾ. നമുക്ക് ഇവിടുന്ന് നടക്കുമ്പോൾ തന്നെ ഡാമിന്റെ ഈ സൈഡുകളൊക്കെ കാണാൻ കഴിയും കേട്ടോ. പിന്നെ അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. നമ്മള് ഇവിടെ വന്നിട്ട് മിക്ക സ്ഥലങ്ങളിലേക്കും പോയപ്പോൾ അവിടെ ബോട്ടിങ് ഇപ്പോൾ റെഡ് അലേർട്ട് കാരണം നമുക്കൊന്നും പറ്റിയില്ല കേട്ടോ. കുറച്ച് ആക്ടിവിറ്റീസും കഴിഞ്ഞില്ല. അതുപോലെ തന്നെ ബോട്ടിങ്ങിനൊന്നും നമുക്ക് പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ കഴിയുകയാണെങ്കിൽ നമ്മൾ പോവും. എന്തായാലും നോക്കി നോക്കാം. നല്ല സീനറി തന്നെയാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല രീതിയിൽ മിസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. നോക്കി ഇവിടെ നോക്കി എന്ത് രസമാണ് കാണാൻ. അതിന് നടുക്ക് എന്താ ബോട്ടാണോ? അതിന് നടുക്ക് ഈ തോന്നുന്നത് അതൊക്കെ ചിലപ്പോഴേ ഈ മീൻ പിടിക്കുന്ന ആൾക്കാരായിരിക്കാം. വലിയ ഡാമാട്ടോ. ഈ ഡാമിലാണ് കേട്ടോ ആനകളൊക്കെ ഇറങ്ങല്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പന്നിയാർ ജലവൈദ്യുത പദ്ധതി ആനയിറങ്ങൽ ഡാം KL07. അയ്യോ, നമ്മൾ ഒരേ സ്പോട്ടിലേക്ക് പോകുമ്പോഴേ ഓരോ കാഴ്ചകളാട്ടാ. ഞങ്ങള് മാത്രം അവിടെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടാ. പിന്നെ അവിടെ എന്തോ വെള്ളം ആണ്, പക്ഷെ അവിടെ ഒന്നും വെള്ളം ഇല്ല ഇപ്പോ. അവിടെ നല്ല രീതിയിൽ നമ്മൾ വാട്ടർഫോൾസിന് സൗണ്ട് കേൾക്കാണ്ട് കേട്ടാ. പക്ഷെ ഇവിടെ നിന്നൊന്നും കാണാൻ കഴിയുന്നില്ല. ഇതാണ് കേട്ടോ നമ്മുടെ ഡാമിന്റെ വ്യൂ. നമ്മളിവിടെ ആനേനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കേട്ടോ. ആനയിറങ്ങൽ ഡാമാണല്ലോ പറഞ്ഞു. ഇനിയിപ്പോൾ വൈകുന്നേരം ആവണം, അല്ലെങ്കിൽ പിന്നെ നല്ല പുലർച്ചെ നമ്മളെത്തണം, എന്നാലേ ആനേനെ കാണാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ആനയിറങ്ങൽ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഇനി നമ്മൾ നേരെ മൂന്നാറിലേക്കാണ് കേട്ടോ. അവിടുന്ന് തേനി വഴി നേരെ വീട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് ആ വഴി പോകാൻ കാരണം ഇനിയും കുറേ അനിമൽസിനെ കാണാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ യാത്രയുടെ അടുത്ത വിശേഷങ്ങൾ അടുത്ത പാട്ടിൽ കാണാം കേട്ടോ.